कूजन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखां वन्दे वाल्मीकिकोकिलं रामाय रामचन्द्राय रामभद्राय वेधसे रघुनाथाय नाथाय सीताय पतये नमो नमः। जय जय सीताराम, जय जय श्री ആഞ്ജനേയർ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. സ്വസ്തികയിലൂടെ രാമായണ കഥാമൃതം 15ാം ദിവസത്തിലേക്ക് കിഷ്കിന്ധ കാണ്ഡത്തിലേക്ക് കടക്കുകയാണ്. ശബരിയുടെ സ്വർഗാരോഹണത്തിന് ശേഷം രാമലക്ഷ്മണന്മാർ ആ താപസി നിർദ്ദേശിച്ച മാർഗത്തിൽ കൂടി സഞ്ചരിച്ച് മനോഹരമായ പമ്പാസരസിന്റെ തീരത്തെത്തി. നയനത്തിന് ആനന്ദകരമായ ആ സരസും അതിനെ വലയം ചെയ്ത് പരിലസിക്കുന്ന പ്രകൃതി രമണീയമായ പർവ്വതനിരകളും പുഷ്പസമൃദ്ധങ്ങളായ വൃക്ഷലതാദികളും കണ്ടപ്പോൾ ആ അവർണ്യ ഭംഗി തിരളുന്ന ദൃശ്യങ്ങൾ വീക്ഷിച്ച് ആനന്ദിക്കാൻ തന്നോടുകൂടി സീതാദേവി ഇല്ലാതായി പോയല്ലോ എന്നോർത്ത് രാമൻ സങ്കടത്തോടെ നെടുവീർപ്പുകളിട്ടു. പൂർവസ്മരണകളെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം സന്താപത്തോടുകൂടി പറഞ്ഞു, ലക്ഷ്മണ, ഞാൻ ആരു തന്നെയായാലും മനുഷ്യനായി ജനിച്ചതിനാൽ വികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്നു. ജനകാത്മജയുടെ അഭാവത്തിൽ എൻ്റെ മനസ്സ് വെന്ത് നീറുകയാണ്. നോക്കൂ ലക്ഷ്മണ, എത്ര ചേതോഹരങ്ങളായ പുഷ്പങ്ങളാണ് വിരിഞ്ഞു വിടർന്നു നിൽക്കുന്നത്. സീതയുണ്ടായിരുന്നെങ്കിൽ ഈ പൂക്കൾ മുഴുവനും ഞാൻ അവൾക്ക് പറിച്ചു കൊടുക്കുമായിരുന്നു. അവൾ മാല കോർത്ത് എനിക്ക് തന്നെ എന്നെ സന്തോഷിപ്പിക്കുമായിരുന്നു. സരസിലെ പളുങ്കു പോലെയുള്ള നിർമ്മല ജലം കണ്ടില്ലേ ലക്ഷ്മണ? സീതയുണ്ടായിരുന്നെങ്കിൽ അവൾ എത്ര ഉല്ലാസത്തോടെ വെള്ളത്തിൽ നീന്തി തുടിച്ച് കളിക്കുമായിരുന്നു. ആ വിടർന്നു നിൽക്കുന്ന താമരപ്പൂക്കളെ കാണുമ്പോൾ ഞാൻ സീതയുടെ ചാരുവദനത്തെക്കുറിച്ച് ഓർമ്മിച്ചു പോകുന്നു. ഹാ സീതേ, നീ ഇപ്പോൾ എവിടെയാണ്? ലക്ഷ്മണൻ ജ്യേഷ്ഠനെ സമാധാനപ്പെടുത്തി. ജ്യേഷ്ഠ, ദേവി നിർമ്മല മനസ്വിനിയാണ്. അമ്മയ്ക്ക് യാതൊരു ആപത്തും സംഭവിക്കുകയില്ല, കളങ്കവും ഉണ്ടാവുകയില്ല. അഗ്നി പോലും ദേവിയെ സ്പർശിച്ചാൽ പനിനീര് പോലെ തണുത്തു പോകും. അത്രയ്ക്കു പരിശുദ്ധയാണ് സീതാദേവി. നമുക്ക് ദേവിയെ കണ്ടുപിടിക്കാനും ശത്രുക്കളെ സംഹരിക്കാനും കഴിയും. ജ്യേഷ്ഠൻ എന്തിനാണ് ഇങ്ങനെ ആകുലപ്പെടുന്നത്? ജ്യേഷ്ഠന്റെ മഹത്വം ജ്യേഷ്ഠൻ അറിയുന്നില്ലേ? പക്ഷേ ജ്യേഷ്ഠൻ ആരാണെന്ന്, അങ്ങയുടെ മഹത്വം എന്താണെന്ന് ഈ അനുജൻ അറിയാം. ഈ ലോകത്തിൽ എൻ്റെ ജ്യേഷ്ഠന് സാധിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. കരിങ്കല്ലായി കിടന്ന അഹല്യയ്ക്ക് ശാപമോചനം സിദ്ധിച്ചത് അങ്ങയുടെ പാദസ്പർശനം കൊണ്ടല്ലേ ജ്യേഷ്ഠ? 1000 ആനകളുള്ള ബലമുള്ള ഭയങ്കരിയായ താടയെ വധിച്ചത് ആരാണ്? ശ്രേഷ്ഠമായ ആ ശൈവചാപം നിഷ്പ്രയാസം ഒടിച്ച് ജാനകീദേവിയെ പാണിഗ്രഹണം ചെയ്ത മഹാപുരുഷനല്ലേ അങ്ങ്? ലോകകണ്ടകന്മാരായ ഖര ദൂഷണ ത്രിശിരാക്കളെയും അവരുടെ വൻപടയെയും അരയാമം കൊണ്ട് സംഹരിച്ച വീരയോദ്ധാവ് എൻ്റെ ജ്യേഷ്ഠൻ. കബദ്ധനും ശബരിക്കും സ്വർഗപ്രാപ്തി ലഭിച്ചത് ആരുടെ വൈഭവത്താലാണ്? അങ്ങനെ ഈ ഒരു ദിവ്യാത്മാവായ എൻ്റെ ജ്യേഷ്ഠൻ ഇങ്ങനെ ഒരു നിസാര കാര്യത്തിനു വേണ്ടി മനക്ലേശം അനുഭവിക്കുകയാണോ? അത്ഭുതം. രാമൻ പറഞ്ഞു, 13 വർഷം നാം കാട്ടിൽ ജീവിച്ചു കഴിഞ്ഞിരിക്കുന്നു. സീതാദേവി എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഈ വനവാസ ക്ലേശമൊന്നും ഞാൻ അനുഭവിച്ചതേയില്ല. ഈ 13 വർഷവും സീത എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഈ 13 വർഷവും ഊർമിള നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ നീ എത്ര ദുഃഖം അനുഭവിച്ചിരിക്കണം. അതൊന്നും ഓർമ്മിക്കാത്ത ഞാൻ എത്രയോ മൂഢനാണ്. ലക്ഷ്മണൻ പറഞ്ഞു, എൻ്റെ ജ്യേഷ്ഠൻ്റെ പിറകെ നടക്കുമ്പോൾ എനിക്ക് അതേക്കുറിച്ച് യാതൊരു ചിന്തയുമില്ല. ഇതെൻ്റെ സത്യമാണ്. ഇങ്ങനെ പലതും പറഞ്ഞ് കുറേ നേരം പമ്പാസരസിന്റെ തീരത്ത് വിശ്രമിച്ചതിനു ശേഷം അവർ ഋഷ്യമൂകാചലം ലക്ഷ്യമാക്കി നടന്നു. ആ സമയം ആ ശൈലത്തിന്റെ ഉപരിതലത്തിൽ ഒരു പന്തലിച്ച പാദപത്തിന്റെ തണലിൽ
പാർശ്വവർത്തികളായ ഏതാനും വാനരന്മാരൊരുമിച്ച് സുഗ്രീവൻ നർമ്മസല്ലാപം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് തൻ്റെ ആവാസ കേന്ദ്രം ലക്ഷ്യമാക്കി ആയുധധാരികളും അലൗകിക തേജസ്വികളുമായ 2 പുരുഷ കേസരികൾ മുനിവേഷത്തിൽ വരുന്നത് കണ്ടത്. അത് കണ്ട് സുഗ്രീവൻ ഭയത്തോടെ ചാടി എഴുന്നേറ്റ് അടുത്ത് നിന്ന് ഹനുമാനോട് ചോദിച്ചു. അപ്പോൾ ആദ്യമായിട്ട് രാമായണത്തിൽ ഹനുമാൻ കടന്നു വരികയാണ്. ആഞ്ജനേയർ ഹനുമാനോട് സുഗ്രീവൻ ചോദിക്കുകയാണ്, ഇവർ ആരാണ്? എന്തിനിങ്ങോട്ട് വരുന്നു? എന്നെ വധിക്കാൻ ആ ബാലി അയച്ചിരിക്കുന്ന യോദ്ധാക്കളാണോ? ആഞ്ജനേയ, നോക്കൂ, എനിക്ക് അവരെ കണ്ടിട്ട് വളരെ ഭയം തോന്നുന്നു. നീ സൂത്രത്തിൽ അവരുടെ സമീപം ചെന്ന് അവരുടെ ആഗമനോദ്ദേശം എന്താണെന്ന് ഗ്രഹിക്കണം. അവർ ശത്രുചാരന്മാരാണെങ്കിൽ ആംഗ്യം കൊണ്ട് അപ്പോൾ തന്നെ എന്നെ അത് ധരിപ്പിക്കണം. മിത്രമാണെങ്കിൽ നീ ഒന്ന് പുഞ്ചിരിച്ചാൽ മതി. ഈ വിധം നിർദ്ദേശങ്ങൾ നൽകി മിത്രതനയൻ വാതാത്മജനെ അയച്ചതിനു ശേഷം സംഭീതനായി ആ ഗുഹാദ്വാരത്തിന് സമീപം സുഗ്രീവൻ പതുങ്ങിനിരുന്നു. ആ സമയം രാമലക്ഷ്മണന്മാർ ഋഷ്യമൂകാചലത്തിലേക്ക് കടക്കേണ്ടത് ഏതു വിധത്തിലായിരിക്കണമെന്ന് ആലോചിച്ചുകൊണ്ട് ഒരു വൃക്ഷത്തണലിൽ ഇരിക്കുകയായിരുന്നു. രാമായണത്തിലെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവ് ഇനിയാണ് സംഭവിക്കാൻ പോകുന്നത്. രാമലക്ഷ്മണന്മാർ ഹനുമാനെ കാണുകയാണ്. അങ്ങനെ ഭക്ത ഹനുമാൻ, ഭഗവൽദാസനായ ഹനുമാനും ഭഗവാനും തമ്മിലുള്ള ആ കണ്ടുമുട്ടൽ. നിത്യബ്രഹ്മചാരിയായ ഹനുമാൻ ഒരു ബ്രഹ്മചാരിയുടെ രൂപം ധരിച്ച് ദശരഥ കുമാരന്മാരുടെ മുമ്പിൽ വന്ന് താണു വണങ്ങി. ഹേ വടു, അങ്ങ് എവിടെ നിന്നും വരുന്നു? ഹനുമാൻ ഉത്തരം പറയുകയാണ്, ഇതിനടുത്ത് ഋഷ്യമൂകാചലത്തിൽ ഒരു ആശ്രമത്തിലെ അന്തേവാസിയാണ് ഞാൻ. പൂജയ്ക്കുള്ള പുഷ്പങ്ങൾ ശേഖരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് പുറപ്പെട്ടതാണ്. അപ്പോഴാണ് ഭവാന്മാരെ കണ്ടത്. ദിവ്യന്മാരെ പോലെ വിളങ്ങുന്ന നിങ്ങൾ ആരാണെന്ന് അറിയുവാൻ എനിക്ക് വളരെ വളരെ ആഗ്രഹമുണ്ട്. ഈ ബ്രഹ്മചാരിക്ക് ഇതറിയേണ്ട ആവശ്യമൊന്നുമില്ലെങ്കിലും ചോദിച്ചെന്നു മാത്രം. രാമൻ പറഞ്ഞു, അയോധ്യാധിപതിയായ ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാരാണു ഞങ്ങൾ. കാനനത്തിൽ ഇങ്ങനെ വൃഥാ സഞ്ചരിക്കുന്നു എന്നേ ഉള്ളൂ. ഹനുമാൻ വീണ്ടും ചോദിച്ചു, എന്തുദ്ദേശത്തോടു കൂടിയാണ് ദുർഗമമായ ഈ വനാന്തരത്തിൽ രാജകുമാരന്മാരായി നിങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുന്നത്? നിങ്ങൾ കൊട്ടാരത്തിൽ സുഖമായി ജീവിക്കേണ്ടവരല്ലേ? രാമൻ അപ്പോൾ തന്നെ അനുജനെ നോക്കി, ലക്ഷ്മണ, നീ ഇത് ശ്രദ്ധിച്ചോ? ശുദ്ധവും വ്യാകരണ നിബദ്ധവുമായ ഭാഷയിലാണ് ഈ വടു സംസാരിക്കുന്നത്. ഇവൻ ഒരു സാധാരണ ബ്രഹ്മചാരിയല്ല. അവന്റെ അദൃശ്യങ്ങളായ ആ കർണഭൂഷണങ്ങൾ നീ കാണുന്നുണ്ടോ? താൻ അഞ്ജനയുടെ ഉദരത്തിൽ ഗർഭസ്ഥ ശിശുവായി കിടക്കുമ്പോൾ ഭ്രൂണഹത്യ ചെയ്യുന്നതിനു വേണ്ടി ബാലി അഞ്ജനയ്ക്ക് നൽകിയ പഞ്ചലോഹ ചൂർണം പഞ്ചബാണാരിയുടെ അനുഗ്രഹത്താൽ ഹനുമാന്റെ കർണാഭരണങ്ങളായി പരിണമിച്ച ആ പഴയ കഥ അപ്പോൾ ഹനുമാൻ ഓർമ്മിച്ചു. ഈ കർണമണികൾ നഗ്ന ദൃഷ്ടിയാൽ ആര് കാണുന്നുവോ ആ ദിവ്യനെ ആരാധിച്ച് അദ്ദേഹത്തിൻ്റെ നിത്യ ഉത്തമ ഭക്തനായി നീ ഭവിക്കുക എന്ന് ഉമാമഹേശ്വരന്മാർ അന്ന് അരുളി ചെയ്തതും അഞ്ജനാപുത്രൻ അപ്പോൾ സ്മരിച്ചു. തൽക്ഷണം തന്നെ വടുരൂപം വെടിഞ്ഞ് സ്വന്തം രൂപം കൈക്കൊണ്ട് വായുപുത്രൻ രാമപാദങ്ങളിൽ വീണു നമസ്കരിച്ചു. ആ പാദരേണുക്കൾ ശിരസിലണിഞ്ഞ് ആനന്ദ കുളിർമ പൂണ്ട് എഴുന്നേറ്റ് ഭക്തിപൂർവം അഞ്ജലി കൂപ്പി ഹനുമാൻ ഉണർത്തിക്കുകയാണ്, മഹാത്മാക്കളെ ക്ഷമിക്കണം. വടുരൂപത്തിൽ വന്ന ഞാൻ പരമശിവ സംഭൂതനായ ഹനുമാനാണ്. ഋഷ്യമൂകാചലപതിയായ സുഗ്രീവ വാനരന്റെ നർമ്മസജീവനും മന്ത്രിയുമാണ് ഞാൻ. ഭവാന്മാരുടെ പരമാർത്ഥം അറിയുവാൻ വേഷപ്രച്ഛന്നനായി നിന്തിരുവടികളുടെ മുമ്പിൽ വന്നു എന്നേ ഉള്ളൂ. പരദൃഷ്ടികൾക്ക് ഗോചരമല്ലാത്ത എൻ്റെ കർണാഭരണങ്ങൾ ദർശിച്ച് എന്നിട്ട് ഉടനെ രാമനെ നോക്കാണ് ഹനുമാൻ. നിന്തിരുവടി ഒരിക്കലും എൻ്റെ ശത്രുവായിരിക്കില്ലെന്നും അനുഗ്രഹദാതാവായ മിത്രമായിരിക്കുമെന്നും കരുതിയാണ് എൻ്റെ സ്വന്തം രൂപം അങ്ങയുടെ മുന്നിൽ ഞാനിപ്പോൾ അവലംബിച്ചത്. രാമൻ പറഞ്ഞു,
ഹനുമാനെ, അങ്ങയുടെ ധാരണ തെറ്റിയിട്ടില്ല. ഞങ്ങൾ അങ്ങയുടെ മിത്രങ്ങൾ തന്നെയാണ്. ഇനി ഞങ്ങളുടെ പരമാർത്ഥവും ധരിപ്പിക്കാം. ദശരഥ കുമാരന്മാരിൽ മൂത്തവനായ രാമനാണ് ഞാൻ. ഇവൻ എൻ്റെ അനുജൻ ലക്ഷ്മണൻ. ഹനുമാൻ ഭക്തി വിജൃംഭിതനായി, രാമൻ, എൻ്റെ ആരാധനാമൂർത്തിയായ രാമൻ, വൈകുണ്ഠാധിപതി വിഷ്ണു ഭഗവാന്റെ തിരു അവതാരമായ രാമൻ, ഭക്തവത്സലനായ രാമൻ, മായാമർത്യനായി പിറന്ന രാമൻ എന്നിങ്ങനെ രാമനാമം വാഴ്ത്തിക്കൊണ്ട് രാമഭദ്രന്റെ ചേവടികളിൽ വീണ്ടും വീണ്ടും നമസ്കരിച്ച് ഭക്തി അശ്രുക്കൾ പൊഴിച്ചു ആഞ്ജനേയർ. രഘുപതി തുടർന്നു പറഞ്ഞു, ആഞ്ജനേയ, ഞങ്ങളുടെ കഥകൾ മുഴുവനും കേട്ടില്ലല്ലോ. പിതാവ് സത്യപ്രതിജ്ഞാബദ്ധനായി 14 വർഷത്തെ കാനനവാസത്തിന് എന്നെ നിയോഗിച്ചു. ഞാനും ലക്ഷ്മണനും എൻ്റെ ധർമ്മപത്നിയായ സീതയും ഒരുമിച്ച് വനത്തിൽ സഞ്ചരിക്കുകയായിരുന്നു. പഞ്ചവടിയിൽ വെച്ച് ഞങ്ങളില്ലാത്ത തക്കം നോക്കി ആ ലങ്കാധിപതിയായ രാവണൻ സീതയെ അപഹരിച്ച് പുഷ്പക വിമാനത്തിൽ കയറ്റി ലങ്കയിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം സീതാന്വേഷണാർത്ഥം ഞങ്ങൾ ഇങ്ങനെ അലയുകയാണ്. രാവണൻ സീതയെ ലങ്കയിലേക്കു തന്നെയാണോ കൊണ്ടുപോയത്? അതോ ഈ അടവികളിൽ എവിടെയെങ്കിലുമുള്ള രാക്ഷസ സങ്കേതത്തിൽ അവളെ രഹസ്യമായി പാർപ്പിച്ചിരിക്കുകയാണോ? ഒന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കാനനങ്ങൾ തോറും സഞ്ചരിക്കുന്നത്. ഹനുമാൻ പറഞ്ഞു, പ്രഭോ, അവിടുത്തേക്ക് കഴിവില്ലാത്തതൊന്നുമല്ല. എങ്കിലും ഈ ഭക്തന്റെ പഴമനസ്സിൽ തോന്നുന്നത് ഉണർത്തിക്കുന്നു എന്നേ ഉള്ളൂ. സൂര്യപുത്രനായ സുഗ്രീവൻ ജ്യേഷ്ഠനായ ബാലിയെ ഭയപ്പെട്ട് ഋഷ്യമൂക പർവ്വതത്തിൽ ഒരു ഗുഹയിൽ താമസിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയായ രുമാദേവിയെ പോലും ബാലി അപഹരിച്ച് തൻ്റെ ഭാര്യയാക്കി വച്ചിരിക്കുകയാണ്. ഞങ്ങൾ 4 മന്ത്രിമാർ സുഗ്രീവനുണ്ട്. എല്ലാവരും ഋഷ്യമൂക പർവ്വതത്തിലും പരിസരങ്ങളിലുമായി പാർത്തു വരികയാണ്. ആ സുഗ്രീവനുമായി സഖ്യം ചെയ്താൽ നിങ്ങൾ കൂട്ടർക്കും ഗുണം സിദ്ധിക്കും. അവരവരുടെ ശത്രുക്കളെയും നിഗ്രഹിക്കാൻ കഴിയും. സുഗ്രീവ സഖ്യത്തെ സംബന്ധിച്ച് ശബരി താപസി ഉപദേശിച്ചത് അപ്പോൾ രാമചന്ദ്രൻ അനുസ്മരിച്ചു. ആയതിനാൽ ഹനുമാന്റെ അഭിപ്രായത്തോട് രാമൻ യോജിച്ചു. ഹനുമാൻ തുടർന്ന് അറിയിക്കുകയാണ്, നിന്തിരുവടികളെ ചുമലിൽ ചുമന്ന് അടിയൻ ഋഷ്യമൂകാചലത്തിലേക്ക് കൊണ്ടുപോകാം. രാമൻ അത് കേട്ട് പറഞ്ഞു, അയ്യോ വേണ്ട ഹനുമാനെ, ഞങ്ങൾ നടന്നുകൊള്ളാം, അങ്ങ് വഴി കാട്ടിയാൽ മതി. ഹനുമാൻ താണു തൊഴുതുകൊണ്ട് പറയാണ്, സ്വാമി, അങ്ങനെ കൽപ്പിക്കരുത്. നിന്തിരുവടികളെ ചുമക്കാനുള്ള അടിയന്റെ ആഗ്രഹം സാധിപ്പിച്ചു തരണം. അതിനേക്കാൾ വലിയൊരു സുഹൃത പരിഭാഗം അടിയന് വേറെ കിട്ടാനുമില്ല. ആഞ്ജനേയന്റെ നിർബന്ധം വർദ്ധിച്ചപ്പോൾ രാമൻ അത് സമ്മതിച്ചു. വലത്തെ തോളിൽ രാമനെയും ഇടത്തെ തോളിൽ ലക്ഷ്മണനെയും വഹിച്ചുകൊണ്ട് മാരുതപുത്രൻ ആമോദത്തോടെ ആർത്തു വിളിച്ചുകൊണ്ട് ഒരു ബിജികേശു എന്ന പോലെ ഋഷ്യമൂകാചല സാനുവിലെത്തി. വാനര സഖ്യത്തിലൂടെയാണ് സീതാദേവിയെ കണ്ടുപിടിക്കാനും രാവണ നിഗ്രഹം നടത്താനുമൊക്കെ ശ്രീരാമചന്ദ്രന് സാധിച്ചത്. വൈകുണ്ഠത്തിൽ വെച്ചിട്ട് അദ്ദേഹം ദേവന്മാരോട് പറയുകയുണ്ടായി, താൻ രാമാവതാരം എടുക്കുമ്പോൾ തന്നെ സഹായിക്കാനായി വാനര ജന്മം പൂണ്ട് അവരും ഭൂമിയിൽ അവതരിക്കണമെന്ന്. അപ്പോൾ ഈ കഥയുടെ ബാക്കി കേൾക്കണമെങ്കിൽ, അതിൻ്റെ മുഴുവനും കാര്യങ്ങളും മനസ്സിലാക്കണമെങ്കിൽ വാനരന്മാരുടെ കഥ കൂടി, അവരുടെ ചരിത്രം കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം. ആദ്യമായിട്ട് ബാലി സുഗ്രീവന്മാരുടെ ജന്മകഥ നമുക്ക് ഒന്ന് കേൾക്കാം. ഒരിക്കൽ ദേവലോകത്തുള്ള വിനോദശാലയിൽ വച്ച് വിദ്യാധര നതാംഗിമാരുടെ ഒരു നൃത്തം നടത്താൻ ദേവേന്ദ്രൻ തീരുമാനിച്ചു. പുരുഷന്മാർക്ക് ആർക്കും ആ സദസ്സിൽ പ്രവേശനം അനുവദിച്ചില്ല. ആദിത്യ സാരഥിയായ അരുണന് ആ നൃത്തം ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് മോഹം തോന്നി. സൂര്യനോട് അനുവാദവും വാങ്ങി അരുണൻ നൃത്തശാലയിലേക്ക് പുറപ്പെട്ടു. എന്നാൽ പ്രവേശന ദ്വാരത്തിൽ എത്തിയപ്പോൾ കാവൽക്കാർ അവനെ അകത്തേക്ക് കടത്തിവിട്ടില്ല. പുരുഷന്മാർക്ക് പ്രവേശനം അനുവദിച്ചിട്ടില്ല എന്ന് ദേവരാജാവിൻ്റെ കൽപ്പനയുണ്ട്. എന്നാൽ അരുണൻ ആ കൽപ്പന ധിക്കരിച്ചു. ഏതു വിധേനയും അകത്ത് കടന്ന് നൃത്തം കാണണമെന്ന് അവൻ തീരുമാനിച്ചു.
അതിനുള്ള മാർഗവും അവൻ കണ്ടുപിടിച്ചു: ഒരു സ്ത്രീയായി മാറുക. അതിനനുസരിച്ച് അതിരൂപവതിയായ ഒരു യുവതിയുടെ രൂപം ധരിച്ച് അരുണൻ ഉള്ളിൽ പ്രവേശിച്ചു. എന്നാൽ ആ സ്ത്രീരൂപത്തിൽ അരുണൻ ദേവലോകത്തിലെ അതീവ സുന്ദരികളായ ഉർവശി, മേനക, രംഭ, തിരോത്തമാദികളെക്കാൾ സുന്ദരിയായിരുന്നു. ആ നൃത്തത്തിനിടയിൽ ദേവേന്ദ്രൻ അരുണന്റെ രൂപലാവണ്യത്തിൽ ആകൃഷ്ടനായി. അദ്ദേഹം കാമാതുരനായി മാറി. ഉത്തരക്ഷണത്തിൽ അദ്ദേഹം സ്ത്രീകളോട് നാട്യം അവസാനിപ്പിച്ച് നർത്തകികളെയും സദസ്സിനെയും പിരിച്ചുവിട്ടു. എന്നിട്ട് അരുണനോട് മാത്രം അവിടെ നിൽക്കാൻ ആവശ്യപ്പെട്ടു. രാജകൽപ്പനയില്ലേ, അനുസരിക്കാതെ നിവൃത്തിയുണ്ടോ? സദസ്സ് പിരിഞ്ഞുപോയി. എന്നാൽ അരുണൻ മാത്രം അവിടെ അവശേഷിച്ചു. കാമാർത്തി പൂണ്ട ദേവേന്ദ്രന്റെ ഭാവം കണ്ട് അരുണൻ അന്തിച്ചുപോയി. എന്നിട്ട് അദ്ദേഹം ഉള്ള കാര്യം ദേവേന്ദ്രനോട് പറഞ്ഞു: ദേവരാജാവേ, അങ്ങ് അബദ്ധം കാണിക്കരുത്. എന്നോട് ക്ഷമിക്കുക. ഞാൻ സ്ത്രീയല്ല. ഞാൻ സൂര്യന്റെ തേരാളിയായ അരുണനാണ്. സുന്ദരിമാരുടെ നൃത്തം കാണുവാനായി ഞാൻ ഇങ്ങനെ ഒരു അങ്കനാവേഷം കെട്ടി ഇവിടെ വന്നു എന്നേ ഉള്ളൂ. എന്നാൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് ദേവേന്ദ്രന് വിശ്വസിക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തെ ബലമായി കടന്നു പിടിച്ച് പരിരംഭണം ചെയ്തു. അങ്ങനെ അരുണന് ഇന്ദ്രബീജത്തിൽ ഒരു പുത്രൻ തൽക്ഷണം തന്നെ ഉണ്ടായി. അരുണൻ ആകെ പകച്ചുപോയി. ദേവനാഥ, ഈ പൈതലിനെ ഞാൻ എന്തു ചെയ്യണം? നേരം വെളുക്കുന്നതിന് മുമ്പ് എനിക്ക് സൂര്യന്റെ തേരാളിയായി പോണം. ഇന്ദ്രൻ പറഞ്ഞു: ഗൗതമ മുനിയുടെ പത്നിയായ അഹല്യയുടെ കയ്യിൽ ഈ കുട്ടിയെ തൽക്ഷണം നീ കൊണ്ടുചെന്നു കൊടുക്കുക. എന്റെ പുത്രനാണെന്ന് പറയൂ. അവൾ ഇവനെ സ്വീകരിച്ചു വളർത്തിക്കൊള്ളും. അങ്ങനെ ദേവേന്ദ്രന്റെ ആജ്ഞ അനുസരിച്ച് ആദിത്യ സാരഥി കുട്ടിയെയും കൊണ്ട് ഗൗതമ പത്നിയുടെ അടുത്തെത്തി. സർവ വിവരങ്ങളും ധരിപ്പിച്ചു. സന്തോഷപൂർവം അഹല്യ ആ കുഞ്ഞിനെ സ്വീകരിച്ച് അരുണനെ യാത്രയാക്കി. ഇതെല്ലാം കഴിഞ്ഞ് അല്പം വൈകിയാണ് അരുണൻ സൂര്യസന്നിധിയിലെത്തിയത്. ഇത്ര വൈകാൻ കാരണമെന്ത് എന്ന് സൂര്യൻ ചോദിച്ചപ്പോൾ നടന്ന സംഭവങ്ങളൊക്കെ അരുണൻ പറഞ്ഞു. സൂര്യൻ ഇത് കേട്ട് വിശ്വസിക്കാൻ സാധിച്ചില്ല. എന്ത്, നീയൊരു സുന്ദരിയുടെ വേഷം കെട്ടി ദേവേന്ദ്രനെ പുണർന്ന് ഒടുവില് ഒരു കുഞ്ഞിന്റെ മാതാവുമായി തീർന്നെന്നോ? അങ്ങനെയാണെങ്കിൽ ആ കമനീയ രൂപം എനിക്കും ഒന്ന് കാണണം. അരുണൻ പറഞ്ഞു: വേണ്ട പ്രഭോ, അത് അബദ്ധമായി തീരും. പോരെങ്കിൽ സമയവും അധികമായിരിക്കുന്നു. സൂര്യൻ പറഞ്ഞു: എന്റെ സാരഥിയായ നിന്റെ ആ സാമർഥ്യം ഒന്ന് കാണാൻ എനിക്ക് വളരെ വളരെ കൗതുകം. നിന്റെ ആ വേഷം കണ്ട് ഇന്ദ്രനെ പോലെ ഞാൻ ഭ്രമിക്കുമെന്നൊന്നും നീ വിചാരിക്കേണ്ട. ഞാൻ അത്ര ചപലനും വിഡ്ഢിയും കാമിയും ഒന്നും അല്ല. അങ്ങനെ തൻ്റെ സ്വാമിയുടെ നിർബന്ധം സഹിക്കവയ്യാതെ ഗത്യന്തരമില്ലാതെ അദ്ദേഹം വീണ്ടും ഒരു അങ്കനയുടെ രൂപം അവലംബിച്ചു. എന്നാൽ അരുണന്റെ അതിരറ്റ സൗന്ദര്യ വിലാസത്തഴപ്പ് കണ്ട് ഉജ്ജ്വല കാന്തിമാനായ സൂര്യന്റെ നേത്രവും മങ്ങിപ്പോയി. അലർശരക്കൂരമ്പുകളേറ്റ് അദ്ദേഹം മദന വിവശനായി. അങ്ങനെ ആ മദനാംഗിയെ അവഗാഠം പുണർന്ന് ആലിംഗനം ചെയ്തു. അപ്പോൾ സൂര്യനിൽ നിന്നും അരുണൻ ഒരു പുത്രൻ ജനിച്ചു. സൂര്യൻ പറഞ്ഞു: ഇന്ദ്രപുത്രനെ നീ അഹല്യയുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഇവനെയും നീ കൊണ്ടുപോയി അവളെ ഏൽപ്പിക്കുക. സൂര്യപുത്രൻ എന്നും പറഞ്ഞുകൊള്ളുക. അങ്ങനെ സൂര്യന്റെ നിർദ്ദേശമനുസരിച്ച് അരുണൻ ആ പൈതലിനെയും ഗൗതമ പത്നിയെ ഏൽപ്പിച്ചു. അങ്ങനെ അരുണന്റെ 2 പൈതങ്ങളെ തനിക്ക് ലഭിച്ചു. അത് ദേവനിയോഗമാണ് എന്നു കരുതി വളരെ സ്നേഹവാത്സല്യത്തോടെ ആ കുട്ടികളെ അഹല്യ വളർത്താൻ തുടങ്ങി. ഒരു ദിവസം അഹല്യ 2 കുഞ്ഞുങ്ങളെയും ആറ്റിൽ കുളിപ്പിച്ച് 2 എളികളിലുമായി എടുത്തുകൊണ്ടുവരുന്നത് ഗൗതമൻ കണ്ടു. തൻ്റെ പ്രിയ പത്നി കണ്ടവരുടെ കള്ളക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദുസ്സഹമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് കണ്ട് അദ്ദേഹത്തിന് വല്ലാത്ത കോപം ജനിച്ചു. കുരങ്ങന്മാരെ പോലെ 2 എളികളിലും കുഞ്ഞുങ്ങളെയും പേറി നടക്കാൻ നിനക്ക് ലജ്ജയില്ലല്ലോ. ഇങ്ങനെ നീ കാണിച്ചതിന് ഈ കുഞ്ഞുങ്ങൾ മർക്കടന്മാരായി തീരട്ടെ എന്നൊരു ശാപവും നൽകി. ആ കോമള പൈതലുകൾ അന്നു മുതൽ മുനിശാപത്താൽ മരഞ്ചാടികളായ വാനരന്മാരായി തീർന്നു. വാനരൻ എന്ന് പറഞ്ഞാൽ നരനുമല്ല മൃഗവുമല്ല, അങ്ങനെയുള്ള രൂപമുള്ള സൃഷ്ടിയാണ് വാനരൻ എന്ന് പറയുന്നത്. അവര് മനുഷ്യരെ പോലെ അല്ല, എന്നാൽ കുരങ്ങന്മാരെ പോലെയും അല്ല. എന്നാൽ മനുഷ്യരാണോ എന്ന് വെച്ചാൽ മനുഷ്യനെ പോലെയാണ്, എന്നാൽ കുരങ്ങനാണോ എന്ന് ചോദിച്ചാൽ കുരങ്ങന്മാരെ പോലെയാണ്. എന്തായാലും മുനിശാപത്താൽ അവർ വാനരന്മാരായി തീർന്നു. അതുകൊണ്ട് അഹല്യയ്ക്ക് വളരെ സങ്കടം തോന്നി.
എന്ത് ചെയ്യാം, ഇത് ഒരു വിധിയാണ് എന്ന് അഹല്യ വിശ്വസിച്ചു. ആ കുട്ടികൾ വാനരന്മാരായി ആശ്രമവാടത്തിലും പരിസരങ്ങളിലുള്ള കാടുകളിലുമായി വളരാൻ തുടങ്ങി. തന്റെ പുത്രനും മിത്രന്റെ പുത്രനും ഗൗതമ ശാപത്താൽ കപികളായി തീർന്ന വിവരം ഇന്ദ്രൻ അറിഞ്ഞു. ചിത്രസേനൻ എന്ന ഒരു ഗന്ധർവനെ വിളിച്ച് അദ്ദേഹം ഒരു ദിവസം പറഞ്ഞു, ഗൗതമ മഹർഷിയുടെ ആശ്രമത്തിൽ എൻ്റെ ഒരു കുഞ്ഞും സൂര്യന്റെ ഒരു കുഞ്ഞും വാനരന്മാരായി അഹല്യയുടെ സംരക്ഷണത്തിൽ കഴിയുന്നുണ്ട്. ആ കുട്ടികളെ ആരും അറിയാതെ അപഹരിച്ച് നീ ഇവിടെ കൊണ്ടുവരണം. മുനിക്ക് അവരെ തീരെ ഇഷ്ടമല്ല. അതനുസരിച്ച് ചിത്രസേനൻ ഒരു രാത്രിയിൽ ആ മർക്കട ബാലന്മാരെ ഉറക്കത്തിൽ നിന്ന് എടുത്ത് ദേവേന്ദ്രന്റെ സന്നിധിയിൽ കൊണ്ടുവന്നു. ദേവേന്ദ്രൻ അവരെ വാത്സല്യപൂർവം വളർത്തി. തൻ്റെ പുത്രന് ബാലിയെന്നും സൂര്യപുത്രന് സുഗ്രീവനെന്നും അദ്ദേഹം നാമകരണം ചെയ്തു. വാനരവംശത്തിന്റെ ആദിപിതാമഹനായ ജാംബവാൻ ഒരിക്കൽ ജംബാന്തകനെ, അതായത് നമ്മുടെ ദേവേന്ദ്രനെ കാണുവാനായി സ്വർഗലോകത്ത് വന്നപ്പോൾ ആ കപികുമാരന്മാരെയും കാണുവാൻ ഇടയായി. ഇന്ദ്രൻ അവരുടെ ജനന രഹസ്യം ജാംബവാനെ ധരിപ്പിച്ചു. ഇനി ആരാണ് ജാംബവാൻ? ജാംബവാന്റെ ഉത്ഭവം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. പ്രളയകാലം കഴിഞ്ഞ് ബ്രഹ്മാവ് സൃഷ്ടി തുടങ്ങുന്നതിന് മുമ്പ് മഹാവിഷ്ണു ഒരിക്കൽ തൻ്റെ കർണാഭരണം എടുത്ത് ദൂരേക്കെറിഞ്ഞു. അതിൽ നിന്ന് 2 ഉഗ്ര രൂക്ഷന്മാരായ അസുരന്മാർ ഉത്ഭവിച്ചു. അവരാണ് മധുകൈടഭന്മാർ. വിഷ്ണുവിന്റെ നാഭിയിൽ മുളച്ചു നിൽക്കുന്ന താമരയിൽ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മാവിനെ കണ്ട് അദ്ദേഹത്തെ ആക്രമിക്കുവാൻ മധുകൈടഭന്മാർ തുനിഞ്ഞു. ഭയം കൊണ്ട് ബ്രഹ്മദേവന്റെ മുഖം വിയർത്തു. ആ ശ്വേതബിന്ദുക്കൾ ഉരുകി തിളച്ച സ്വർണ ദ്രാവക സമാനം കീഴോട്ടിറങ്ങി. അതിൽ നിന്നുമാണ് ജാംബവാൻ ജനിച്ചത്. ജാംബവം എന്നാൽ സ്വർണം. സ്വർണത്തിൽ നിന്ന് ജനിച്ചതിനാൽ ജാംബവാൻ എന്ന പേര് സിദ്ധിച്ചു. സൃഷ്ടിക്കും മുമ്പ് ജനിച്ചതിനാൽ ജാംബവാന് പ്രായമോ കാലമോ ഒന്നുമില്ല. ബ്രഹ്മാവിനെ വധിക്കാൻ ഒരുങ്ങിയ ആ മധുകൈടഭന്മാരെ വിഷ്ണു ഭഗവാൻ തൃത്തടത്തിന്മേൽ നിർത്തി സുദർശന ചക്രത്താൽ വധിച്ചു. മധുവിന്റെ ശരീരമാണ് പിന്നെ ഭൂമിയായി തീർന്നത്. അതുകൊണ്ട് അതിന് മേദിനി എന്നും നാമം സിദ്ധിച്ചു. ആ മധുകൈടഭന്മാരിൽ മധു രാവണപുത്രനായ അതികായനായും കൈടഭൻ രാവണ വംശ സഹോദരനായ ഖരനായും പിന്നീട് ത്രേതായുഗത്തിൽ ജനിച്ചു. മത്സ്യാവതാരം മുതൽ കൃഷ്ണാവതാരം വരെയുള്ള എല്ലാ അവതാരങ്ങളും കണ്ടിട്ടുള്ള ഒരേ ഒരു വ്യക്തി ജാംബവാനാണ്. വാനരന്റെ ആകൃതിയോടും അതുല ബലാധിക്യത്തോടും കൂടിയ ഒരു അത്ഭുത സൃഷ്ടിയായിരുന്നു ജാംബവാൻ. ജാംബവാൻ ഭഗവാന്റെ പരമഭക്തനുമായിരുന്നു. വാമന അവതാര കാലത്ത് വാമനമൂർത്തി ത്രിലോകങ്ങളും തന്റെ തൃപ്പാദം കൊണ്ട് 3 അടിയായി അളർന്നപ്പോൾ സന്തോഷം കൊണ്ട് പെരുമ്പറ മുഴക്കിക്കൊണ്ട് 3 ലോകങ്ങളെയും 21 വട്ടം പ്രദക്ഷിണം ചെയ്ത മഹാശക്തിമാനാണ് ജാംബവാൻ. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുന്ന വേളയിൽ അവന്റെ കാൽവിരൽ തുമ്പ് മഹാമേരു പർവ്വതത്തിന്റെ തൊട്ടുപോയി എന്ന കാരണത്താൽ മേരു ജാംബവാനെ ശപിച്ചു. നിന്റെ മനസ്സെത്തുന്നിടത്ത് ശരീരം എത്താത്ത വണ്ണം നിനക്ക് വാർദ്ധക്യം സംഭവിക്കട്ടെ. അങ്ങനെ പർവ്വതരാജാവായ മേരുവിന്റെ ശാപമനുസരിച്ച് അന്നു മുതൽ ജാംബവാൻ വൃദ്ധനായി തീർന്നു. ത്രേതായുഗത്തിൽ ആ മർക്കടശ്രേഷ്ഠൻ വാനര രാജ്യമായ കിഷ്കിന്ധയിൽ വന്ന് താമസമുറപ്പിച്ചു. ഋഷരജസ് എന്ന ഒരു വൃദ്ധ വാനരനായിരുന്നു അപ്പോൾ കിഷ്കിന്ധയിലെ രാജാവ്. ആ വാനര രാജാവിന്റെ സുഹൃത്തും മന്ത്രിയുമായി ജാംബവാൻ അവിടെ കഴിഞ്ഞുകൂടി. ആ കാലത്താണ് ജാംബവാൻ ദേവേന്ദ്രനെ കാണാനായി സ്വർഗലോകത്തെത്തുന്നതും ബാലി സുഗ്രീവന്മാരെ കാണുന്നതും. അങ്ങനെ ഈ കുട്ടികളെ കിഷ്കിന്ധയിൽ കൊണ്ടുപോയി വളർത്താൻ ദേവേന്ദ്രൻ ജാംബവാനോട് നിർദ്ദേശിച്ചു. ജാംബവാൻ കുട്ടികളെ കിഷ്കിന്ധയിലേക്ക് കൊണ്ടുപോകാമെന്ന് സമ്മതിച്ചു. ബാലിയെ കൊണ്ടുപോകുന്നതിന് മുമ്പ് തൻ്റെ മകനായ ബാലിക്ക് ദേവേന്ദ്രൻ ഒരു വരം നൽകി. നീ ലോകത്തിൽ ഏറ്റവും വലിയ ബലവാനായിരിക്കും. ആര് നിന്നോട് നേരിട്ട് നിന്ന് പോരാടുന്നുവോ അവന്റെ പകുതി ബലം നിന്നിലേക്ക് സംക്രമിക്കും. കിഷ്കിന്ധയിലെത്തിയ ജാംബവാൻ വാനരരാജനായ ഋഷരജസിനോട് ബാലി സുഗ്രീവന്മാരുടെ ജനന രഹസ്യവും അവർ ഇന്ദ്രസന്നിധിയിൽ വാഴുന്ന വിധവും ഒക്കെ വിവരിച്ചു പറഞ്ഞു. ശക്രന്റെയും മിത്രന്റെയും പുത്രന്മാരാണവർ. അവർ 2 പേരും കൂടി യോജിച്ചാൽ ലോകത്തിൽ ഒരു ശക്തിക്കും അവരെ ജയിക്കാൻ സാധ്യമല്ല എന്നുകൂടി ജാംബവാൻ അറിയിച്ചു.
സന്താനരഹിതനായിരുന്ന ആ വാനര രാജാവിന് ഈ കുഞ്ഞുങ്ങളെ വളരെ വളരെ ഇഷ്ടമായി. അനന്തരം അവരെ സ്വന്തം മക്കളെ പോലെ കണ്ട് ആ വാനര രാജൻ വളർത്താൻ തുടങ്ങി. യാത്ര പുറപ്പെടും മുമ്പ് ബാലിക്കൊരു മാല കൂടി ദേവേന്ദ്രൻ നൽകി. ആ മാല പുത്രന്റെ കഴുത്തിൽ അണിയിച്ചു പറഞ്ഞു, ഈ മാല നിനക്ക് അജയ്യമായ ശക്തി പ്രഭാവം നൽകും. കിഷ്കിന്ധയിൽ തന്റെ ദത്തുപുത്രന്മാരും ഒന്നിച്ച് അങ്ങനെ വസിക്കുമ്പോൾ വാനര രാജാവായ ഋഷരജസ് മരണമടഞ്ഞു. അങ്ങനെ മുറയനുസരിച്ച് മൂത്ത പുത്രനായ ബാലി രാജാവായി അഭിഷേകം ചെയ്തു. ജാംബവാൻ, നീലൻ, സുഷേണൻ, വിവിധൻ ഇങ്ങനെ 4 മന്ത്രിമാരോടുകൂടി യുവാവായ ബാലി രാജ്യഭരണം ആരംഭിച്ചു. സുഗ്രീവന് ഭരണകാര്യങ്ങളിൽ ഒരു പങ്കും ഉണ്ടായിരുന്നില്ല. അഗ്രജന്റെ സഹായിയായി ഒരു അനുജൻ എന്ന നിലയിൽ അവൻ വർത്തിച്ചു വന്നു. അങ്ങനെ കിഷ്കിന്ധാധിപതിയായി ബാലി വാഴുന്ന കാലത്ത് പാലാഴിമഥന വൃത്താന്തം ബാലി കേൾക്കാനിടയായി. അത് കാണാനായി അവൻ അനുജനും ഒന്നിച്ച് ക്ഷീരസാഗര തീരത്തെത്തി. അവിടെ അപ്പോൾ 33 കോടി ദേവകളും 66 കോടി അസുരന്മാരും ചേർന്ന് പാൽക്കടൽ കടയുന്ന കോലാഹലമായിരുന്നു. തന്റെ പിതാവായ ഇന്ദ്രനും അക്കൂട്ടത്തിലുണ്ട്. സർപ്പേശ്വരനായ വാസുകിയെ കയറാക്കി മന്ദരപർവ്വതം മന്ധാനമാക്കി. അങ്ങനെ അസാധാരണമായ വിധത്തിലാണ് ആ പാൽക്കടൽ കടഞ്ഞുകൊണ്ടേയിരുന്നത്. ദേവന്മാരും അസുരന്മാരും തളരാൻ തുടങ്ങി. എല്ലാവരിലും ഉന്മേഷം കുറഞ്ഞു. അത് കണ്ടപ്പോൾ വാനരന്മാരോടും ദാനവന്മാരോടും വാനരനായ ബാലിക്ക് വലിയ അവജ്ഞ തോന്നി. അവൻ ഒറ്റയ്ക്ക് മുമ്പോട്ട് ചെന്നൊരു കൈകൊണ്ട് വാസുകിയുടെ തലയും മറ്റേ കൈകൊണ്ട് വാലും പിടിച്ച് ഉഗ്രമായ മഥനം ആരംഭിച്ചു. അതുകണ്ട് ദേവാസുരന്മാർ വിസ്മയഭരിതരായി. ബാലിയുടെ അതുല്യ ശക്തിയാൽ മന്ദരപർവ്വതം പമ്പരം പോലെ കറങ്ങി കറങ്ങി കീഴോട്ട് ആഴിയുടെ അടിത്തട്ടിലേക്ക് താഴ്ന്നുപോയി. ആ സമയമാണ് മഹാവിഷ്ണു കൂർമാവതാരം സ്വീകരിച്ചത്. അങ്ങനെ കൂർമ്മമായി അവതരിച്ച അദ്ദേഹം തന്റെ മുതുകുകൊണ്ട് മന്ദരഗിരിയെ ജലോപരിതലത്തിൽ പൊക്കിയെടുത്തു. വീണ്ടും മഥനം ആരംഭിച്ചു. മഥനവേളയിൽ മന്ദരത്തെ സ്ഥാനം തെറ്റാതെ ഒരേ നിലയിൽ നേരെ പിടിച്ചു നിർത്തിക്കൊണ്ടിരുന്നത് സുഗ്രീവനാണ്. പാലാഴി മഥനം നടക്കുന്നതിനിടയിൽ പല വിശിഷ്ട സാധനങ്ങളും പൊങ്ങി വന്നു. അവയിൽ മലർമാതിനെയും കൗസ്തുഭത്തെയും വിഷ്ണു ഭഗവാനും, ചന്ദ്രക്കലയെ പരമശിവനും, ഉച്ചൈശ്രവസ് എന്ന വെള്ളക്കുതിരയെയും, ഐരാവതം എന്ന 4 കൊമ്പനാനെയും ദേവേന്ദ്രനും, സുരഭി എന്ന കാമധേനുവിനെ മഹർഷിമാരും, കൽപ്പകവൃക്ഷത്തെയും പാരിജാതത്തെയും ദേവന്മാരും കൈവശപ്പെടുത്തി. അസുരന്മാർക്കൊന്നും കിട്ടിയില്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി തുടങ്ങി. അനവധി അപ്സര സ്ത്രീകളും പാലാഴിയിൽ നിന്നും ഉയർന്നു. അവരെയും അസുരന്മാർക്ക് കിട്ടിയില്ല. അമൃത കുംഭവും കൊണ്ടൊടുവിൽ ധന്വന്തരി മൂർത്തി ഉയരുന്നതിനു മുമ്പ് ത്രിഭുവന മോഹിനിയായ താര എന്ന അത്ഭുത നതാംഗി ഉയർന്നു വന്നു. ഒട്ടും മടിച്ചില്ല, ആരെയും പേടിച്ചുമില്ല. ബാലി മുമ്പോട്ട് ചെന്ന് എല്ലാവരും കാണെ ആ പെൺമണിയെ ധൈര്യസമേതം ഗ്രഹിച്ചു, തന്റെ പത്നിയായി സ്വീകരിച്ചു. എന്നാൽ സുഗ്രീവൻ പോലും ബാലിയെ ഭയന്ന് കഴിയുന്നതിന്റെ കാരണം എന്താണ്? 3 ലോകങ്ങളെയും വിറപ്പിച്ച രാക്ഷസ വീരനായ രാവണൻ ബാലിയുടെ മുന്നിൽ മുട്ടുമടക്കിയ ഒരു കഥയുണ്ട്. ആ കഥ കൂടി ഒന്ന് കേൾക്കണം. ഒരിക്കൽ കിഷ്കിന്ധ നഗരിയുടെ പ്രാന്ത പരിസരത്തെത്തുന്ന രാവണന് അതിസുന്ദരമായ പമ്പാ നദിക്കരയിലുള്ള ആ ഭൂവിഭാഗം സ്വന്തമാക്കണമെന്ന ആഗ്രഹം ഉടലെടുത്തു. അത് ബാലിയുടെ ആധിപത്യത്തിനു കീഴിലാണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം പെരുമ്പറ മുഴക്കി ബാലിയെ യുദ്ധത്തിനായി വെല്ലുവിളിച്ചു. ആ സമയം ബാലി കിഷ്കിന്ധയിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം 4 സമുദ്രക്കരയിൽ നിത്യവും തർപ്പണത്തിന് പോകുമെന്നും ഉടനെ കാണണമെന്നുണ്ടെങ്കിൽ ദക്ഷിണ സമുദ്രത്തിലേക്ക് ചെന്നാൽ മതിയെന്നും ബാലിയുടെ പുത്രനായ അംഗദൻ രാവണനെ അറിയിച്ചു. പിന്നെ ദശാനനൻ ഒട്ടും അമാന്തിച്ചില്ല. പരിവാര സമേതം പുഷ്പക വിമാനത്തിൽ കയറി ദക്ഷിണ സമുദ്രം ലക്ഷ്യമാക്കി പ്രയാണം ചെയ്തു. ബാലി തർപ്പണം ചെയ്യുന്ന സ്ഥലത്തിന് അല്പം അകലെ വിമാനം നിർത്തി എല്ലാവരും ഇറങ്ങി. കപിവരൻ കടലിന് അഭിമുഖമായി തെക്കോട്ട് നോക്കിയിരുന്നു കൊണ്ട് ഏകാഗ്രമായി ധ്യാനം നടത്തുകയാണ്. യുദ്ധം കൂടാതെ ഇവനെ വധിക്കാൻ പറ്റിയൊരവസരമാണിതെന്ന് രാവണൻ വിചാരിച്ചു. വാനരന് മറ്റൊന്നിലും ശ്രദ്ധയില്ല. ഈ തക്കം നോക്കി സൂത്രത്തിൽ അവന്റെ വാലിൽ പിടിച്ചു തൂക്കി നിലത്തടിച്ചു കൊല്ലാം. ഇപ്പോൾ നല്ല സൗകര്യമാണ്. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ദശകണ്ഠൻ ഒരു കള്ളക്കടുവയെപ്പോലെ പതുങ്ങി
യാതൊരൊച്ചയും കൂടാതെ ബാലിയുടെ നീണ്ടു കിടർന്ന വാലിൽ 20 കൈകൾ കൊണ്ട് മുറുക്കെ പിടിച്ച് പിന്നോട്ടാഞ്ഞു വലിച്ചു. എന്നാൽ നാരദ മുനിയിൽ നിന്നും രാവണന്റെ വരവിനെ കുറിച്ച് നേരത്തെ തന്നെ ബാലി അറിഞ്ഞിരുന്നു. ബാലി തക്കം പാർത്തിരിക്കുകയും ചെയ്യായിരുന്നു. തൽക്ഷണം തന്നെ രാവണനെ വാലുകൊണ്ട് നെടുകയും കുറുകയും മേലും കീഴായും കീഴുമേലായും പലവട്ടം ചുറ്റി ചുറ്റി ചുരുട്ടി മടക്കി ഒരു പന്ത് പോലെ ആക്കി മാറ്റി. 10 തലകളും 20 കൈകളും വയറും കാലും എല്ലാം കൂടി ഒടിഞ്ഞു ഞെരിഞ്ഞ് രാവണൻ ഒരു ഗോളാകൃതി പ്രാപിച്ചു. രക്ഷപ്പെടാൻ മാർഗമില്ലാതെ വേദന കൊണ്ട് ദശവദനൻ 10 കണ്ഠങ്ങളും പൊടിച്ച് 8 ദിഗന്ധങ്ങളും പൊട്ടുമാർ ഉച്ചത്തിൽ നിലവിളിച്ചു കൂവി. എന്നാൽ ബാലി അതൊന്നും കേട്ടതായേ ഭാവിച്ചില്ല. തങ്ങളുടെ നാഥന്റെ ഘോരഘോരമായ രോദനം കേട്ട് രാക്ഷസന്മാർ പരിഭ്രമത്തോടെ ഓടിവന്നു. അയ്യോ പാപം, രാവണൻ ചത്തൊരു മൃതപിണ്ഡമായി ബാലിയുടെ വാലിൽ കെട്ടിപ്പിണഞ്ഞു കിടക്കുന്നു. അവർ അത് നോക്കി നിൽക്കെ ബാലി ദക്ഷിണ സമുദ്രത്തിൽ തർപ്പണം അവസാനിപ്പിച്ച് പശ്ചിമ സമുദ്രത്തിലേക്ക് എടുത്ത ഒറ്റ ചാട്ടം. പിന്നെ അവിടെ ആരുമില്ല, ബാലിയുമില്ല, രാവണനുമില്ല. എങ്ങോട്ടാണ് ചാടിയതെന്ന് അറിഞ്ഞും കൂടാ. ഇങ്ങനെ ഒരു മരണക്കെണിയിൽ അകപ്പെട്ടല്ലോ എന്നോർത്ത് സങ്കടത്തോടെ രാക്ഷസന്മാർ രാവണനെയും വിമാനവും ഒക്കെ അവിടെ ഉപേക്ഷിച്ച് ലങ്കയിലേക്ക് തിരിച്ചുപോയി. പശ്ചിമാംബുദിയിലെ തർപ്പണം കഴിഞ്ഞ് ബാലി ഉത്തരവാരിധിയിലും പിന്നെ പൂർവ്വസാഗരത്തിലും ക്രമത്തിൽ പൂജാതി തർപ്പണങ്ങൾ നടത്തി ബാലി തിരിച്ച് കിഷ്കിന്ധയിലെത്തി. അപ്പോഴും ലങ്കാധിപതി ലാങ്കുലബന്ധിതനായി പിറകിൽ തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. ബാലി അത് അറിഞ്ഞിട്ടും അറിഞ്ഞ മട്ട് നടിച്ചതേയില്ല. വാനരന്മാർ അത് കണ്ട് അത്ഭുതപ്പെട്ടു. താങ്കളുടെ സ്വാമിയുടെ വാലിന്മേൽ എന്തോ ഒരു ജലജന്തു കടിച്ചു തൂങ്ങിക്കിടക്കുന്നു. അവർ പരസ്പരം മന്ത്രിച്ചു. അന്നത്തെ രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ പ്രഭാത സ്നാനാദി കർമ്മങ്ങൾ ചെയ്ത ശേഷം ബാലി ആസ്ഥാന മണ്ഡപത്തിൽ സുവർണ തൽപ്പത്തിലിരുന്നപ്പോൾ മന്ത്രിപ്രവരനും ശ്വശുരനുമായ സുഷേണൻ ചോദിച്ചു, മഹാരാജൻ, അങ്ങയുടെ വാലിന്മേൽ എന്തായി കാണുന്നത്? ഒന്നും അറിയാത്ത മട്ടില് ബാലി തിരിഞ്ഞു നോക്കി. എന്നിട്ട് അത്ഭുതപൂർവം ആക്രോശിച്ചു, അയ്യോ, അല്ല, ഇതാരാ നമ്മുടെ വാലിന്മേൽ ഒരു ഉണ്ടസത്വമായി കടിച്ചു തൂങ്ങിക്കിടക്കുന്നത്? എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നേരെ വന്നു പറയാമായിരുന്നല്ലോ. ഇങ്ങനെ പൃഷ്ഠത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്നത് ശരിയാണോ? ദൈന്യസ്വരത്തിൽ രാവണൻ പറഞ്ഞു, കപീശ്വര, എനിക്ക് മാപ്പു തരണം. പൗലസ്ത്യതനയനായ രാവണനാണ് ഞാൻ, ലങ്കാധിപതിയാണ്. ഭാഗ്യദോഷത്താൽ ഇങ്ങനെ സംഭവിച്ചു പോയി. ബാലി പറഞ്ഞു, ഓ, രാവണ ചക്രവർത്തിയോ? എന്റെ അച്ഛനായ ദേവേന്ദ്രനെ പിടിച്ചു കെട്ടിയ മേഘനാഥന്റെ പിതാവായ രാവണനാണോ അങ്ങ്? ഞാൻ അറിഞ്ഞില്ലല്ലോ. കടലിലെ ഉപ്പുവെള്ളം കുടിച്ച് ക്ഷീണിച്ചു കാണുമില്ലേ? അതുപോലെ രാവിലെ മലമൂത്ര വിസർജനം ചെയ്തപ്പോൾ അതിൻ്റെ ഒരംശവും. അയ്യോ കഷ്ടം, ക്ഷമിക്കണം കേട്ടോ. അങ്ങനെ ബാലി രാവണനെ മോചിപ്പിച്ച് രാജോചിത ബഹുമതികളോടെ സുവർണപീഠം നൽകി സൽക്കരിച്ചു. രാവണൻ പറഞ്ഞു, ഹേ കിഷ്കിന്ധാധിപതി, ദുഷ്കാലം കൊണ്ട് ഞാനിങ്ങനെ ചെയ്തു പോയി, ക്ഷമിക്കണം. ഇനിമേൽ നാം തമ്മിൽ നല്ല ബന്ധുക്കളായി വർത്തിക്കണം. നാം നല്ല സുഹൃത്തുക്കളായിരിക്കും. പരസ്പര സഹവർത്തിത്വത്തോടെ നമുക്ക് ഭാവി ജീവിതം സുഗമമാക്കാം. അത് ബാലിയും സമ്മതിച്ചു. അതിൻ്റെ വിശ്വാസതയ്ക്കും നിലനിൽപ്പിനും വേണ്ടി അവരിരുവരും അഗ്നിസാക്ഷിയായി സത്യപ്രതിജ്ഞയും ചെയ്തു. കിഷ്കിന്ധാധിപതിയോടുള്ള സ്നേഹവും മൈത്രിയും പ്രമാണിച്ച് രാവണനും പിന്നീട് വന്നു ചേർന്ന അനുചരന്മാരും 1 മാസം കിഷ്കിന്ധ രാജധാനിയിൽ വാസിച്ചു. അതിനുശേഷമാണ് രാവണനും കൂട്ടരും ലങ്കയിലേക്ക് തിരിച്ചു മടങ്ങിയത്. തൻ്റെ ജ്യേഷ്ഠന് പ്രബലനായ ഒരു ബന്ധു കൂടി വന്നു ചേർന്നതറിഞ്ഞ് സുഗ്രീവന് നല്ല ഭയമുണ്ടായിരുന്നു. ബാലിയും സുഗ്രീവനും അന്ന് വിരോധത്തിൽ കഴിയുന്ന കാലമായിരുന്നു. ഇനി എന്തുകൊണ്ടാണ് സുഗ്രീവൻ ബാലിയെ പേടിച്ച് ഒളിച്ച് ഋഷ്യമൂകാചലത്തിൽ താമസിക്കുന്നത്? അതിനും ഒരു കഥയുണ്ട്. മയന്റെ മകനായ മായാവി എന്ന അസുര പ്രവരൻ തന്നോട് എതിരിടാൻ പാരിടത്തിൽ ആരുമില്ലെന്നുള്ള ആ മതോന്മത്തനായിട്ട് ആ മതത്തിൽ കിഷ്കിന്ധയിൽ വന്ന് ബാലിയെ പോരിന് വിളിച്ചു. അവന്റെ അഹങ്കാരം തീർക്കണമെന്ന് കരുതി ബാലി പുറത്തിറങ്ങി. എന്നിട്ട് അവനുമായി ഘോര മുഷ്ടിയുദ്ധം നടത്തി. ബാലിയുടെ ബലിഷ്ഠ ഹസ്തപ്രഹരങ്ങളേറ്റ് മായാവി അസ്തശക്തനായി തീർന്നു. പ്രാണരക്ഷാർത്ഥം അവൻ അവിടെ നിന്ന് ഓടി ഒരു ഗുഹയിൽ കയറി ഒളിച്ചു. ബാലിയും അവനെ പിന്തുടർന്ന് ആ ഗുഹയിലെത്തി. അഗ്രജന്റെ സഹായത്തിന് ബാലിയുടെ കൂടെ സുഗ്രീവനും പിറകെ പോയിരുന്നു. സുഗ്രീവ, ഇവനെ കൊല്ലാതെ ഞാൻ അടങ്ങുകയില്ല. ഇവന്റെ അഹങ്കാരം അത്രയ്ക്കുണ്ട്.
ഞാൻ ഈ ഗുഹയുടെ ഉള്ളിലേക്ക് കടക്കാൻ പോവുകയാണ്. നീ ഗുഹയുടെ പുറത്തെ കാവൽ നിൽക്കണം. ഈ ഘോര യുദ്ധത്തിൽ മായാവി മരിച്ചാൽ ഈ വിലദ്വാരത്തിൽ ക്ഷീരം ഒലിച്ചു വരും. ഞാനാണ് മരിക്കുന്നതെങ്കിൽ രക്തമായിരിക്കും കാണപ്പെടുന്നത്. നീ അത് സൂക്ഷിച്ചു കൊള്ളുക. ചോരയാണ് വരുന്നതെങ്കിൽ അസുരൻ പുറത്ത് കടക്കാതിരിക്കത്തക്ക വിധം നീ ഒരു വലിയ പാറ എടുത്ത് അതിൻ്റെ ദ്വാരം മൂടണം. പിന്നെ നീ ഇവിടെ നിൽക്കണമെന്നില്ല. നീ രാജധാനിയിൽ പോയി കിഷ്കിന്ധാധിപതിയായി വാണുകൊള്ളുക. ഇപ്രകാരം ഒരു നിർദ്ദേശം ബാലി അനുജനായ സുഗ്രീവന് നൽകി ഗുഹയിലേക്ക് കടന്നു. അവന് 1 വർഷം നീണ്ട ഘോര യുദ്ധമാണ് ഉള്ളിൽ നടക്കുന്നത്. 1 വർഷം കഴിഞ്ഞിട്ടും ജ്യേഷ്ഠൻ പുറത്തു വരുന്നില്ല. സുഗ്രീവൻ കാത്തു കാവൽ നിൽപ്പാണ്. അദ്ദേഹത്തിന് പരിഭ്രമവുമായി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആ വിലദ്വാരത്തിൽ നുരയോടുകൂടിയ ചോര ദൃശ്യമായി. അതോടൊപ്പം ഒരു ദീനരോദനവും ഗുഹാന്തർഭാഗത്ത് നിന്ന് കേട്ടു. അടയാളവാക്യം അനുസരിച്ച് അഗ്രജൻ മരിച്ചിരിക്കുമെന്ന് സുഗ്രീവൻ ഓർത്തു. സുഗ്രീവൻ ഒരു വലിയ പാറ പൊക്കിയെടുത്ത് അസുരൻ പുറത്തു വരാതിരിക്കാൻ വേണ്ടി ആ ഗുഹാദ്വാരം അടച്ചതിനു ശേഷം രാജധാനിയിലേക്ക് ഓടിപ്പോയി വിവരം എല്ലാവരെയും ധരിപ്പിച്ചു. അതേ തുടർന്ന് വാനരന്മാർ സുഗ്രീവനെ രാജാവായി വാഴിക്കുകയും ചെയ്തു. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അത്ഭുതമെന്നേ പറയേണ്ടു, ബാലി തിരിച്ചു വന്നു. മായാവിയുടെ മായാശക്തിയാണ് വിലദ്വാരത്തിൽ രക്തം കാണാനിടയായത്. പക്ഷേ ബാലി അത് വിശ്വസിച്ചില്ല. തന്നെ മരണപ്പെടുത്തി കിഷ്കിന്ധയുടെ ആധിപത്യം കരസ്ഥമാക്കാൻ സുഗ്രീവൻ പാറ കൊണ്ട് ഗുഹാദ്വാരം അടച്ചെന്നുള്ള കുറ്റം ആരോപിച്ച് ബാലി സുഗ്രീവനെ വധിക്കാനായി ഒരുങ്ങി. രക്ഷയില്ലാതെ പാവം സുഗ്രീവൻ പ്രാണരക്ഷാർത്ഥം ഓടിത്തുടങ്ങി. യാതൊരു ദയാദാക്ഷിണ്യമില്ലാതെ അവനെ കൊല്ലണമെന്ന ദൃഢനിശ്ചയത്തോടെ ബാലി അവനെ പിന്തുടർന്നു. പല കാടുകളിലും മേടുകളിലും സുഗ്രീവൻ കയറി ഇറങ്ങി. എല്ലായിടത്തും ബാലി പിന്നാലെയുണ്ട്. സത്യാവസ്ഥ അറിഞ്ഞു വേണം പ്രവർത്തിക്കാനെന്ന് പലരും ബാലിയെ ഉപദേശിച്ചു. പക്ഷെ അവൻ അതൊന്നും ചെവിക്കൊണ്ടില്ല. അങ്ങനെ ഒടുവില് സുഗ്രീവൻ ഋഷ്യമുഖാചലം എന്ന ഗിരിശൃംഗത്തിൽ അഭയം തേടി. ആ പർവ്വതത്തിൽ ബാലി കടക്കില്ല എന്ന് സുഗ്രീവന് അറിയാൻ സാധിച്ചു. അതിനു കാരണം ഒരു മുനിശാപമാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, മായാവിയുടെ പിതാവായ മയന് ദുന്ദുബി എന്ന ഒരു അനുജനുണ്ടായിരുന്നു. അവൻ മണ്ഡോദരിയുടെ ഇളയച്ചനാണ്. 1000 മത്തഗജങ്ങളുടെ സംയുക്ത ബലമുള്ള അവൻ ഒരിക്കൽ സാഗരരാജനോട് സങ്കരത്തിനു ചെന്നു. സമുദ്രപതിയായ വരുണൻ അവന്റെ ബലം സമ്മതിച്ചുകൊണ്ട് അറിയിച്ചു, ഞാൻ നിന്നോട് യുദ്ധം ചെയ്യാൻ പ്രാപ്തമല്ല. നിനക്ക് ജോഡിയായി ഹിമവാൻ മാത്രമേയുള്ളൂ. പോയി അവനുമായി അടരാടി വിജയിക്കുക. അങ്ങനെ വരുണന്റെ നിർദ്ദേശമനുസരിച്ച് ദുന്ദുബി തൽക്ഷണം ഹിമാലയത്തിലെത്തി പർവ്വതരാജനെ പോരിന് വിളിച്ചു. അപ്പോൾ പർവ്വതരാജൻ പറഞ്ഞു, എനിക്ക് നിന്നോട് യുദ്ധം ചെയ്യാനൊന്നും സാധിക്കില്ല. ഞാൻ അശക്തനാണ്. കിഷ്കിന്ധ ഭരിക്കുന്ന ബാലിയെ പോയി പോരിന് വിളിക്കൂ. അവന് മാത്രമേ നിന്നെ തോൽപ്പിക്കാൻ സാധിക്കൂ. അങ്ങനെ ദുന്ദുബി ഒരു ഭീമാകാര മഹിഷരൂപം ധരിച്ച് കിഷ്കിന്ധയിലെത്തി ബാലിയെ പോരിന് വിളിച്ചു. ശബ്ദം കേട്ട് നിദ്രയിൽ നിന്ന് ഞെട്ടിയുണർന്ന ബാലി കോപാന്തനായി ആയുധം പോലും എടുക്കാതെ പുറത്തേക്ക് ഓടി വന്നു. മഹിഷരൂപത്തിൽ നിന്ന് ദുന്ദുബിയെ ബാലി കടന്നു പിടിച്ച് ഞെരിച്ച് ഞെക്കി കൊന്നു. എന്നിട്ടും ബാലിയുടെ കോപടങ്ങിയില്ല. ആ ശരീരം 2 കൊമ്പുകളും പിടിച്ചുലച്ചു വലിച്ച് തല പറിച്ചെടുത്തിട്ട് അവനെ വട്ടം ചുറ്റി അകലത്തേക്ക് വലിച്ചെറിഞ്ഞു. അത് 1 യോജന അകലത്തിൽ ഒരു പർവ്വതം കണക്കെ ചെന്നു വീണു. ആ തലയിൽ നിന്നും ചിതറിയ രക്തം ഋഷ്യമുഖാചലത്തിൽ തപസ് ചെയ്തുകൊണ്ടിരുന്ന മദംഗ മഹർഷിയുടെ ആശ്രമ പ്രാന്തത്തിൽ തെറിച്ചു വീണ് അതിനെ അശുദ്ധാക്കി. ഈ രക്തബിന്ദുക്കൾ വീഴ്ത്തി തന്റെ പുണ്യാശ്രമത്തെ അശുദ്ധപ്പെടുത്തിയ നീചൻ ആരായാലും അവൻ ഈ മല ചവിട്ടിയാൽ അവന്റെ തല പൊട്ടിത്തെറിച്ചു പോകുന്നതായിരിക്കുമെന്ന് ആ മുനീന്ദ്രൻ ശപിച്ചു. ആ ശാപവാർത്ത ബാലിയും അറിയാനിടയായി. ഈ സംഭവത്തെ തുടർന്ന് അതൊരു ബാലികേറാ മലയായി തീർന്നു. ഋഷ്യമുഖാചലത്തിൽ പിന്നെ ബാലി പ്രവേശിക്കില്ല. ആ ധൈര്യത്തിന്മേലാണ് സുഗ്രീവൻ അവിടെ അഭയം പ്രാപിച്ചത്. അവനോട് ഭക്തിയും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്ന 4 വാനരപ്രവരന്മാർ കൂടി അവനെ അനുഗമിച്ചു. അവരെ സുഗ്രീവൻ തന്റെ മന്ത്രികളാക്കി സ്വീകരിച്ചു. അവരിൽ ഒരാളാണ് ആഞ്ജനേയർ, ഹനുമാൻ സ്വാമി. വാനരന്മാരുടെ ഈ കഥ പൂർണ്ണമാകണമെങ്കിൽ അഞ്ജനാതനയനായ ഹനുമാന്റെ ജനനകഥയും എപ്രകാരമാണ് ഹനുമാൻ സുഗ്രീവനുമായി സഖ്യത്തിൽ ഏർപ്പെട്ടത് എന്നുള്ള കഥയും കൂടി അറിയണം. അത് അടുത്ത ദിവസം പറയാം. മാത്രമല്ല, സുഗ്രീവ സഖ്യം ചെയ്തതുമൂലം രാമൻ എന്തൊക്കെയാണ് ഇനി ഗുണങ്ങൾ ഉണ്ടാകാനിരിക്കുന്നത്, ഹനുമാൻ സ്വാമിയുടെ ആ വൈഭവങ്ങൾ
എല്ലാം ഇനി അടുത്ത വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാം. എല്ലാവർക്കും ആഞ്ജനേയരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവർക്കും സീതാരാമ ലക്ഷ്മണന്മാരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ജയ ജയ സീതാറാം, ജയ ജയ ശ്രീ ആഞ്ജനേയർ. സർവം ശ്രീ രാധാ കൃഷ്ണാർപ്പണമസ്തു.